ഗഗനപഥങ്ങളിൽ ഉരുകി വിളങ്ങും മിന്നൽ പിണറുളിയോ, അലറിയണഞ്ഞൊരു കാറ്റിലുടർന്നു കുതിക്കും കടലലയോ, മിഴിച്ചിമ്മിടാതെ പദമൂന്നിടാതെ ണഭൂമിയാടും ഈ ദേവവാദമോ. ഇനി ആര് രക്ഷിക്കുമെന്ന് എനിക്കറിയണം. എന്റെ ഭാഗത്തേക്ക് തുടങ്ങി ശക്തയായ മഹിഷി അഹങ്കാരത്താൽ മതിമറന്ന് ലോകം മുഴുവൻ ഭീകര താണ്ഡവമാണ്. ദേവന്മാർ ഭയന്നോടി. ഇന്ദ്രനും ദേവന്മാരും ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു. വരലബ്ധിയാൽ ശക്തയായി തീർന്ന മഹിഷിയെ തോൽപ്പിക്കാൻ ത്രിമൂർത്തികൾക്കും കഴിയുമായിരുന്നില്ല. ബ്രഹ്മദേവന്റെ വരത്താൽ അവൾ അജയ്യായി തീർന്നിരിക്കുകയാണ്. മഹാദേവന്റെയും എന്റെയും ശക്തിയും തേജസ്സും ഓജസ്സും ചേർന്നാൽ മഹിഷിയെ നിലംപരിശാക്കാൻ സാധിക്കും. നമ്മളിൽ ഉണ്ടാകുന്നൊരു പുത്രന് മാത്രമേ മഹിഷിയെ ഇല്ലാതാക്കി ഭൂമിയെയും ദേവലോകത്തെയും രക്ഷിക്കാൻ കഴിയൂ. മഹാവിഷ്ണു വിചാരിക്കുന്നത് പോലെ. നാം ഇരുവരുടെയും ഭക്തരായ പന്തളം രാജാവ് ഒരു കുഞ്ഞിനായി ഉള്ളുരുകി പ്രാർത്ഥിച്ചു കഴിയുകയാണ്.